ഹായ് നമസ്കാരം, വെൽക്കം ടു ഗപ്പീസ് മീഡിയ. അപ്പോൾ ഈ മാസം ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഡിസംബർ മാസമാണ്, ക്രിസ്മസിൻ്റെ മാസമാണ്. ക്രിസ്മസ് വരികയാണ്, ന്യൂ ഇയർ ഒക്കെ വരികയാണ്. അപ്പം ഈ മാസത്തിൽ എന്തായാലും വീടുകളിൽ ഒരു നക്ഷത്രം തൂക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം മെയിനായിട്ട് എല്ലാവരും നക്ഷത്രം തൂക്കാന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് ഒരു നക്ഷത്രം വാങ്ങിയിട്ട് വന്ന് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ബൾബും ഒരു ഹോൾഡറും ഒക്കെ ഘടിപ്പിച്ച് കത്തിക്കുക, കറണ്ട് കൊടുത്ത് കത്തിക്കുക, അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെറൈറ്റി ആയിട്ടൊരു നക്ഷത്രം ഉണ്ടാക്കാം. എന്താ ചെറുതായിട്ട് കീറിയെടുത്ത് ഓരോ പീസാക്കി എടുത്താണ്. ഇങ്ങനെ ഇത് കമ്പിളി നൂല്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോളിന് ഏകദേശം ഒരു 10 രൂപ 8 രൂപ റേഞ്ചുള്ളൂ. ഫാൻസി കടകളിലൊക്കെ ഇഷ്ടം പോലെ കളർ കിട്ടും. നമുക്ക് എന്തായാലും കട്ട് ചെയ്തൊന്ന് ചെറുതാക്കാം. ഇത് ഏകദേശം നമുക്ക് ബാക്കിയുള്ള പീസ് എല്ലാം ഈ അളവിൽ തന്നെ കട്ട് ചെയ്യാം. മുറിക്കാതെ ഒരു 4 പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിന് വേണ്ടിയാണ്. വാലുണ്ടാക്കുമ്പോൾ എന്തായാലും ഇച്ചിരി നീളം വേണമല്ലോ. അപ്പോൾ നമ്മുടെ പീസെല്ലാം ഒരേ അളവിൽ വെട്ടിയെടുത്തിരിക്കുകയാണ്. ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇത് വെച്ച് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ടത് കയറ് കെട്ടി റെഡിയാക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഷേപ്പ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നക്ഷത്രത്തിൻ്റെ ആകൃതി. ഇതാണ് 2 എണ്ണം ഞാൻ കട്ട് ചെയ്യാതെ വെച്ചിരുന്ന 2 പീസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മൾ വാലിന് ഉപയോഗിക്കുന്നത്. വാൽ നക്ഷത്രമല്ല, ഇച്ചിരി നീളത്തിൽ തന്നെ കിടന്നോട്ടെ. ഇനി ഈ എല്ലാ കോർണറും ഇനി നമ്മുടെ കമ്പിളി നൂല് വെച്ച് കെട്ടണം. കമ്പിളി നൂല് ഇതുപോലെ ഒരു പീസ് എടുത്ത് കട്ട് ചെയ്ത്, ഒരു നീളത്തിൽ പീസ് എടുത്ത് കട്ട് ചെയ്ത് ഇത് 2ആയിട്ടിട്ട് ഇച്ചിരി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കും. എന്നിട്ട് ആദ്യം ഈ മൂല എന്തായാലും കെട്ടാം. അപ്പോൾ നമ്മളിതാ ആദ്യത്തെ സൈഡെല്ലാം അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള 4 സൈഡിലൂടെ നമുക്ക് ഇതുപോലെ കെട്ടാം. എല്ലാ സൈഡും കെട്ടിയിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് സൈഡാണ്. ആദ്യത്തെ സ്ട്രക്ചറിൻ്റെ ലാസ്റ്റ് സൈഡും ഉണ്ട്, അതുകൂടെ നമുക്ക് കെട്ടിയേക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്ട്രക്ചർ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വാലൊരു ശകലം ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യത്തെ സ്ട്രക്ചർ ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ 2 സ്ട്രക്ചർ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യം ഉണ്ടാക്കിയതിൻ്റെ സെയിം പ്രൊസീജിയറാണ് രണ്ടാമത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനിയുള്ള അടുത്തെന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 5 കോർണറും 2 സ്ട്രക്ചറിൻ്റെ 5 കോർണറും തമ്മിൽ കയറ് കെട്ടണം. അപ്പോൾ നമ്മൾ 5 കോർണറും അടിപൊളിയായിട്ട് കെട്ടിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ 2 സ്ട്രക്ചർ ഇങ്ങനെ അകത്തി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു പീസ് ഇതിൻ്റെ ഇടയിൽ വെക്കണം. കാണിച്ചു തരാം, കണ്ടോ? ഇതുപോലെ 5 സൈഡിലും, അതായത് 1 2 3 4 5. അപ്പോൾ നമ്മൾ 5 പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ സൈഡിൽ എന്തെങ്കിലും ആദ്യം വെച്ച് കൊടുക്കാം. അഞ്ചെണ്ണവും നമ്മൾ വെച്ചിരിക്കുകയാണ്. സ്റ്റാറിൻ്റെ സൈഡ് കണ്ടോ? ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കുറ്റിയും ഫെവിക്കോളും എല്ലാം വെച്ച് ശകലം ഒന്ന് ഒട്ടിക്കണം. ഫെവിക്കോളും തേച്ച് ഫ്ലെക്സിക്കും തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 10-15 മിനിറ്റ് എന്തായാലും ഇത് വെയിലത്ത് വെക്കട്ടെ, ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഇപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. 3 കളറിലെ കളർ പേപ്പർ മേടിച്ചിട്ടുണ്ട്. ഇത് ഗ്ലാസ് പേപ്പറാണെന്ന് പറഞ്ഞത്, പ്ലാസ്റ്റിക് ആണ് സാധനം. പച്ചയുണ്ട്, നീലയുണ്ട്, ചുമലയുണ്ട്. സ്റ്റാറിൻ്റെ ഫ്രണ്ട് ഫുള്ള് നീല കളർ കൊടുക്കുകയാണ്. പുറകിൽ നമ്മൾ എന്നിട്ട് പച്ച കളറും കൊടുക്കും. നടുക്ക് ഈ ഒരു പോർഷനിൽ നമ്മൾ റെഡ് കളറും കൊടുക്കും. എന്തായി തീരുമെന്ന് എനിക്ക് വലിയ പിടിയില്ല. എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം. മാളു ഇങ്ങനെ പിടിച്ചോണേ. നമ്മുടെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്.
മാളു ഒരു സൈഡ് കട്ട് ചെയ്തില്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ബാക്കിയുള്ള സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. കോർണർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കാണ്, എല്ലാ കോണും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പശ തേച്ച് കൊടുക്കാം. നമ്മൾ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. കളർ പേപ്പർ നമ്മൾ കട്ട് ചെയ്ത അളവിന് വെച്ചിരിക്കുകയാണ്, അത് നമുക്ക് എന്തായാലും ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒരു കോൺ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കോണും എല്ലാ സൈഡും ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റാറിൻ്റെ എല്ലാ സൈഡും ഒട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗ്ലാസ് പേപ്പർ വെച്ച് എല്ലാ സൈഡും ഒട്ടിച്ച്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബൾബ് ഇടുക, മരത്തേക്ക് ഇട്ട് തൂക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ സ്റ്റാറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഇലക്ട്രിക്കൽ ചെറിയൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു സ്റ്റാർട്ടറുണ്ട്, ഒരു ഹോൾഡറുണ്ട്, ഒരു ബൾബുണ്ട്, സാധാ ബൾബാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടർ ഈ കണക്ഷന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്തുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൾബ് മിന്നി കത്തും. അപ്പോൾ നമ്മുടെ സ്റ്റാറും മിന്നി കത്തും. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റാർ എന്തായാലും കത്തിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഗപ്പീസ് മീഡിയ നമ്മുടെ ബെല്ലൈക്കൺ കൂടെ എല്ലാവരും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ക്രിസ്മസ് സ്റ്റാർ എല്ലാവർക്കും ഗുഡ് ബൈ.